എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ന്യൂസ് ബ്രേക്സിലേക്ക് ഞാൻ അസിത സഹീർ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വകുപ്പ് മേധാവി ഡോക്ടർ MK റാമിനെതിരെ നടപടിക്ക് മാനേജ്മെന്റ്. വിദ്യാർത്ഥികളുടെ പരാതിയിൽ അധ്യാപകനെ ഉടൻ പുറത്താക്കിയേക്കും. അതേസമയം അധ്യാപകരുടെ വിചാരണയും ലോൺ ആപ്പിന്റെ ഭീഷണിയുമാണ് നിതിൻ രാജിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ലോൺ ആപ്പിൽ നിന്ന് ഭീഷണി സന്ദേശം ലഭിച്ച അധ്യാപിക പരാതി നൽകാൻ ഒരുങ്ങിയത് നിതിനെ മാനസികമായി തളർത്തിയിരുന്നതായി പോലീസ് പറഞ്ഞു. എന്നാൽ മരണത്തിന് പിന്നിൽ ലോൺ ആപ്പ് സമ്മർദ്ദമെന്ന പോലീസ് വാദം കുടുംബം തള്ളി. നമുക്ക് ഇന്ന് പറയുന്ന കാര്യങ്ങൾ ഇന്ന് തീർപ്പാക്കാൻ കഴിവുള്ള ഒരാൾ വന്ന് നമ്മളോട് സംസാരിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു അവർ വരുന്നത് വരെ ഞങ്ങൾ ഈ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കും. ഡോക്ടർ MK റാമിനെ പുറത്താക്കാതെ ക്ലാസ് ബഹിഷ്കരണ സമരം അവസാനിപ്പിക്കില്ലെന്ന് സീനിയർ വിദ്യാർത്ഥികൾ നിലപാടെടുത്തതോടെയാണ് മാനേജ്മെന്റ് വഴങ്ങിയത്. MK റാമിനെ പുറത്താക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ വിദ്യാർത്ഥികൾ മാനേജ്മെന്റിന് എഴുതി നൽകിയിരുന്നു. അതേസമയം നിതിനെ മരണത്തിലേക്ക് നയിച്ചതിൽ ലോൺ ആപ്പിന്റെ ഭീഷണിയും പോലീസ് തള്ളിക്കളയുന്നില്ല. ഏപ്രിൽ 9 മാത്രം നിതിന്റെ ഫോണിലേക്ക് ഇൻസ്റ്റാപേ എന്ന ലോൺ ആപ്പിൽ നിന്ന് 98 സന്ദേശങ്ങളാണ് എത്തിയത്. വാട്സാപ്പ് സന്ദേശങ്ങളും ഫോൺ കോളുകളും ഉൾപ്പെടെയാണിത്. അധ്യാപിക ലതയുടെ ഫോണിലേക്കും ലോൺ ആപ്പുകാർ നിരന്തരം ഭീഷണി സന്ദേശങ്ങൾ അയച്ചിരുന്നു. ഫെബ്രുവരിയിൽ എടുത്ത 14,000 രൂപയുടെ വായ്പയുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ഭീഷണി. തന്റെ പേരിൽ അധ്യാപികയ്ക്ക് അപമാനം നേരിട്ടത് നിതിനെ കടുത്ത മാനസിക വിഷമത്തിലാക്കി. അധ്യാപിക ഈ വിവരം പ്രിൻസിപ്പലിന് പരാതിയായി നൽകിയതിനെ തുടർന്നാണ് നിതിനെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത്. പ്രിൻസിപ്പലിന്റെ ഓഫീസിലെ ചോദ്യം ചെയ്യൽ നിതിനെ കൂടുതൽ തളർത്തിയെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അധ്യാപിക പരാതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത് നിതിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കി. ഇതാകാം ആത്മഹത്യയിലേക്ക് നയിച്ച പെട്ടെന്നുള്ള കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. ഓഫീസിൽ നിന്ന് നിതിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങളും ഇതിനെ ശരിവയ്ക്കുന്ന സാക്ഷിമൊഴികളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. തന്റെ സഹോദരന്റെ മരണം വെറുമൊരു ലോൺ കുടിശ്ശികയുടെ പേരിൽ ഒതുക്കി തീർക്കാൻ അനുവദിക്കില്ലെന്ന് സഹോദരി നികിത രാജ് പറഞ്ഞു. ആപ്പ് ലോണിന്റെ പേര് പറഞ്ഞിട്ട് അവൻ അങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാര്യം അത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അവൻ. ആ കരഞ്ഞോണ്ട് ഇറങ്ങി പോകുന്ന CCTV ദൃശ്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അവിടെ എന്തോ നടന്നിട്ടുണ്ട്. അല്ലാതെ ഒരിക്കലും ആപ്പ് ലോണിന്റെ പേര് പറഞ്ഞിട്ടല്ല കൊച്ചു സൂയിസൈഡ് ചെയ്തത്. അന്ന് ആ റാമിന്റെ കാര്യം പോലെ എന്നെ അപ്പോഴും വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഒരു ഓഫീസിലൊരു കാര്യമുണ്ട്, എല്ലാരും കൂടെ ചേർന്ന് അവനെ കൊന്നതാണ്. കേസെടുത്തതിനു പിന്നാലെ ഒളിവിൽ പോയ അധ്യാപകരെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കില്ലെന്നാണ് വിവരം. ഇവർക്കെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചതിനു ശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക. 24 കണ്ണൂർ. നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ അധ്യാപകൻ ഡോക്ടർ MK റാമിനെതിരെ കൂടുതൽ ഗുരുതര വെളിപ്പെടുത്തലുമായി വിദ്യാർത്ഥികൾ. നിതിൻ രാജിനെ അധ്യാപകനായ ഡോക്ടർ MK റാം ക്ലാസിൽ പതിവായി അധിക്ഷേപിച്ചിരുന്നുവെന്ന സഹപാഠി ആർച്ച പ്രതികരിച്ചു. വിദ്യാർത്ഥികളെ പതിവായി അവഹേളിക്കുന്ന ഇതേ അധ്യാപകനായിരുന്നു കോളേജിലെ റാഗിംഗ് വിരുദ്ധ സമിതിയുടെ ചുമതലയും. നമ്മൾ ഫ്രണ്ട് റോയിലെ ആമ്പിളറിക്കുക, എന്നിട്ട് ക്ലാസ്സിനെ ഫേസ് ചെയ്യാൻ പറയും. എന്നിട്ട് ബാക്കിയുള്ള പിള്ളേർ നോക്കിയിട്ട് നോക്ക്, ഇവനെ കണ്ടിട്ടൊരു ബെഗറിൻ്റെ ലുക്കില്ലേ, ഇവനെ കണ്ടിട്ടൊരു കോളനി ബെഗറിൻ്റെ ലുക്കില്ലേ, എന്നിട്ട് എൻ്റെ ചെരുപ്പ് കണ്ടിട്ട് പറയും ഇവന് വീട്ടിൽ പൈസ ഒന്നും ഇല്ലാത്തതാണ്, ഇവന് ബെഗർ വേഷത്തിൽ ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞിട്ട് പോയിരുത്തും. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വിദ്യാർത്ഥികളോടുള്ള ഡോക്ടർ MK റാമിന്റെ അധിക്ഷേപമെന്ന് ഈ വിദ്യാർത്ഥിയുടെ പ്രതികരണത്തിൽ വ്യക്തം. കഴിഞ്ഞ 15 വർഷമായി ഇവിടെ അധ്യാപകനാണ് റാം. BDS 1ാം വർഷ ക്ലാസ്സിൽ ഈ അധ്യാപകൻ പതിവായി ലക്ഷ്യം വെച്ചത് നിതിൻ രാജിനെയെന്ന് സഹപാഠി ആർച്ച. ക്ലാസ്സിൽ എപ്പോഴും നമുക്ക് അറ്റൻറ്റീവായിട്ട് ഇരിക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ കുനിയുമ്പോൾ ഉറങ്ങുവാണല്ലേ, ഗെറ്റ് ഔട്ട് പറഞ്ഞ് 3 മാസം അറ്റൻഡൻസ് കളയുക. നിതിനെ കൂടുതലായിട്ട് ഹറാസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ലാസ്റ്റ് വീക്ക് തന്നെ നല്ല രീതിക്കാണ് ഹറാസ് ചെയ്തിട്ടുള്ളത്. ഒരു ട്രോമയായിരുന്നു ആ സാമാന്യങ്ങളൊക്കെ പറയുന്നത്. വിദ്യാർത്ഥികളെ അവഹേളിക്കുന്ന ഈ അധ്യാപകനാണ് കോളേജിലെ റാഗിംഗ് വിരുദ്ധ സമിതിയുടെ ചുമതലയെന്നത് വലിയ വൈരുദ്ധ്യം. ഡോക്ടർ റാമിന് പുറമെ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുന്ന അധ്യാപകർ വേറെയുണ്ടെന്നും വിദ്യാർത്ഥികൾ. ഹോസ്റ്റലിലായിരുന്നാലും അങ്ങനെ തന്നെയാണ്. 2 മണിവരെയൊക്കെ നിർത്തിയിട്ട് നമ്മളെ റാഗ് ചെയ്യുക. സ്റ്റാഫ് തന്നെ ഉണ്ടാവും, അവിടെ ഹോസ്റ്റലിലെ സ്റ്റാഫ് ഉണ്ടാവും, അവർ പിടിച്ചിർത്തി റാഗ് ചെയ്യുക. നിതിൻ രാജിന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. ഇത്തരം കോളേജുകൾ തുടരണമോ എന്ന് ആലോചിക്കും. നിതിൻ രാജിന്റെ വീട്ടുകാരെ സന്ദർശിച്ച ശേഷമായിരുന്നു വൈസ് ചാൻസലറുടെ പ്രതികരണം. 24 തിരുവനന്തപുരം. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം അത്യന്തം വേദനയുണ്ടാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിദ്യാർത്ഥിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ആരായാലും മാപ്പർഹിക്കാത്ത കുറ്റമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഡോക്ടർ MK റാമിന്റെ ക്ലിനിക് DYFI പൂട്ടിച്ചു. പ്രതിഷേധിക്കുന്നവരെ നിരീക്ഷിക്കാൻ മാനേജ്മെന്റ് അധികൃതർ ആളെ വെച്ചെന്ന വെളിപ്പെടുത്തലുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തി. നിതിൻ രാജിന്റെ മരണത്തിന് പിന്നാലെ പ്രതിഷേധം കനക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. നിതിൻ രാജിന്റെ മരണം അത്യന്തം വേദനയുണ്ടാക്കുന്നതാണ്.
പുരോഗമന കേരളത്തിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത വാർത്തകളാണ് മരണവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. വിദ്യാർത്ഥിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ആരായാലും മാപ്പർഹിക്കാത്ത കുറ്റമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം സമരം നിരീക്ഷിക്കാൻ മാനേജ്മെന്റ് ആളെ വെച്ചെന്ന ഗുരുതര വെളിപ്പെടുത്തൽ ഇന്ന് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇവിടുന്ന് ഒരാളെ വെച്ചിട്ടുണ്ടായിരുന്നു. ഏതൊരു മാം പറഞ്ഞിട്ട് ആള് നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. നമ്മളുടെ ഒരാളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരാളുടെ ഫോട്ടോ, ആളുടെ ഫോട്ടോ നമ്മൾ സംസാരിച്ചതിന്റെ പേരിൽ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനിടെ അധ്യാപകനായ ഡോക്ടർ MK റാമിന്റെ കണ്ണൂർ ചിറക്കുനിയിലെ ക്ലിനിക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൂട്ടിച്ചു. ക്ലിനിക്ക് താഴിട്ട് പൂട്ടിയ ശേഷം അംബേദ്കർ ചിത്രവും സ്ഥാപിച്ചു. കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് VM സുധീരൻ. അതിന് ഉത്തരവാദികളായ അധ്യാപകർ, അവരെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ട കോളേജ് ഭരണ സംവിധാനം, ഇതെല്ലാം സമൂഹത്തിൻ്റെ മുന്നിൽ ചോദ്യം ഉയർത്തുകയാണ്. ഏതായാലും പഴുതടച്ചുകൊണ്ടുള്ള അന്വേഷണം അനിവാര്യമായിരിക്കുന്നു. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് OBC മോർച്ച കൊല്ലത്ത് പ്രതിഷേധ മാർച്ച് നടത്തി. 24 കണ്ണൂർ. കൊടും ചൂടിൽ വലഞ്ഞു കേരളം. 12 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കൊല്ലത്ത് 38 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉയർന്ന താപനില. മലപ്പുറം വഴിക്കടവിൽ ഒരാൾക്ക് സൂര്യാതാപമേറ്റു. ചൂട് കനത്തതോടെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലെത്തി. കേരളം കടന്നുപോകുന്നത് കൊടും വേനലിലൂടെ. പാലക്കാട് ഉച്ചയ്ക്ക് 2-നും 3-നും ഇടയിൽ ചൂട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തി. ജില്ലയിൽ യെല്ലോ അലർട്ട് തുടരും. കൊല്ലത്ത് 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വയനാട്, ഇടുക്കി ജില്ലകളിലൊഴികെ 12 ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. കനത്ത ചൂടിനെ തുടർന്ന് നിലമ്പൂർ വഴിക്കടവ് സ്വദേശി അബ്ദുൾ നിസാറിന് സൂര്യാഘാതമേറ്റു. കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്ന ജോലിക്കിടയിലാണ് നിസാറിന് സൂര്യാഘാതമേറ്റത്. പാലക്കാട് പുതുശ്ശേരിയിൽ കനത്ത ചൂടിൽ കുളത്തിലെ വളർത്തുമീനുകൾ ചത്തുപൊങ്ങി. മറുവക്കാട് സ്വദേശി സുമതി മുരളീധരന്റെ കുളത്തിലെ മീനുകളാണ് ചത്തുപൊങ്ങിയത്. 1.5 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായി. കൂടാതെ കനത്ത ചൂട് വിഷു വിപണിയെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ചൂട് കാരണം ആളുകൾ സാധനം വാങ്ങാൻ എത്തുന്നില്ല എന്ന് വ്യാപാരികൾ. ചൂടുകൊണ്ട് ആളുകൾ വെളിയിറങ്ങാതെ കച്ചവടം വളരെ കുറവ്. സാധനങ്ങളൊക്കെ കുറവാണ്. ഇന്നലെ വൈകിട്ടോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലെത്തി. ഇന്നലത്തെ വൈകിട്ടത്തെ വൈദ്യുതി ഉപഭോഗം 5933 മെഗാവാട്ടായിരുന്നു. ഇത് 6000 മെഗാവാട്ടിലേക്ക് എത്തിയാൽ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകുമെന്ന് KSEB അറിയിച്ചു. 24 തിരുവനന്തപുരം. മണ്ഡല പുനർവിഭജനത്തിന് കമ്മീഷൻ രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 543-ൽ നിന്ന് 850 വർദ്ധിപ്പിക്കും. മണ്ഡല പുനർവിഭജനത്തിന് ശേഷമാകും വനിതാ സംവരണം നടപ്പിലാക്കുക. മറ്റന്നാൾ ആരംഭിക്കുന്ന പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ ബിൽ പരിഗണിക്കും. വനിതാ സംവരണം നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 വർദ്ധിപ്പിക്കുന്ന മണ്ഡല പുനർനിർണയ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം. സംസ്ഥാനങ്ങളിൽ 815 സീറ്റുകളും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേത് 35 സീറ്റുമാക്കി വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മണ്ഡല പുനർനിർണയത്തിന് ഒരു സുപ്രീം കോടതി ജഡ്ജി, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന വ്യക്തി, സംസ്ഥാനങ്ങളിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ എന്നിവർ അടങ്ങിയ സമിതി രൂപീകരിക്കും. ഏപ്രിൽ 16-ന് പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന ബില്ലുകളുടെ പകർപ്പുകൾ MP-മാർക്ക് നൽകി. മണ്ഡല പുനർനിർണയ ബില്ല്, കേന്ദ്രഭരണ നിയമ ഭേദഗതി ബിൽ, ഭരണഘടനയുടെ 131 ഭേദഗതി ബിൽ എന്നിങ്ങനെ 3 ബില്ലുകളാണ് പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ കൊണ്ടുവരുന്നത്. മണ്ഡല പുനർനിർണയത്തിന് ശേഷം 1/3 സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്യും. 2029-ൽ നിയമം നടപ്പിലാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമം. ഡീലിമിറ്റേഷനിൽ ആശങ്ക പ്രകടിപ്പിച്ചാണ് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിരിക്കുന്നത്. BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം കെട്ടിപ്പടുക്കാൻ ശ്രമമാണെന്ന് കോൺഗ്രസ് ഉൾപ്പെടെ വിമർശിക്കുന്നു. എന്നാൽ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞ ബില്ലുകളുമായി മുന്നോട്ട് പോകാനാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത്. 24 ഡൽഹി. വനിതാ സംവരണ ബില്ലിന്റെ മറവിൽ നിരവധി ദുരുദ്ദേശങ്ങൾ ഒളിച്ചുവെച്ചിട്ടുണ്ടെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. വിമർശിക്കുന്നവരെ വനിതാ സംവരണത്തിനെതിരെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം നടക്കുന്നത്. പാർലമെന്റിനെ RSS അക്രമികളുടെ ആൾക്കൂട്ടമാക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും MA ബേബി പറഞ്ഞു. ഇപ്പം നരേന്ദ്രമോദിയും കൂട്ടരും ഉദ്ദേശിക്കുന്നത് തങ്ങൾക്ക് തോന്നുംപടിയുള്ള ഒരു നിയമം, വനിതാ സംവരണം നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നിയമം കൊണ്ടുവന്ന് അതിൽ തങ്ങളുടെ ഒരുപാട് ദുരുദ്ദേശങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വിമർശനമുണ്ടായെന്ന് വരാം. അപ്പോൾ വിമർശനം ഉന്നയിക്കുന്നവർ വനിതാ സംവരണത്തിനെതിരാണ് എന്ന് വാദിക്കാം. പാർട്ടികളുടെ നേതൃത്വത്തെ വിളിച്ച് രാഷ്ട്രീയ പാർട്ടി നേതൃത്വവുമായി പ്രധാനമന്ത്രി ചർച്ച ചെയ്യണം.
മണ്ഡലം സംസ്ഥാനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് പുനർനിർണയമെങ്കിൽ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും MK സ്റ്റാലിൻ മുന്നറിയിപ്പ് നൽകി. நாளை மறுநாள் ஏப்ரல் 16 நாடாளுமன்ற சிறப்பு கூட்டத்தொடர் கூடுதுன்னு சொல்றதை விட தமிழ்நாடு மேற்கு வங்க தேர்தலுக்கு நடுவில் வலுக்கட்டாயமாக கூட்டப்படுதுன்னு தான் சொல்லணும். டீலிமிட்டேஷன்கிற தொகுதி மறுவரைகிற தொடர்பாக அரசியல் சட்ட திருத்தத்தை இந்த தொடரில் புல்டோஸ் பண்ண போகிறாங்க. அவசரமாக டீலிமிட்டேஷன் பண்ண நினைக்கிறது பாஜக அரசோட அப்பட்டமான ஜனநாயக விரோத செயல். இன்னும் சொன்னால் മാനില ഉരിമകളെ ഛത്തീസ്ഗഡിൽ വേദാന്ത വൈദ്യുത നിലയത്തിൽ പൊട്ടിത്തെറി 9 പേർ മരിച്ചു, 15 പേർക്ക് പരിക്കേറ്റു. ശക്തി ജില്ലയിലെ സിംഗീതരായി മേഖലയിലാണ് അപകടമുണ്ടായത്. അർജുൻ പീതാംബരൻ ചേരുകയാണ്. അർജുൻ, എന്താണ് അപകട കാരണം? ആശങ്കാജനകമായ സാഹചര്യമുണ്ടോ? അസിത, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ശക്തി ജില്ലയിലെ സിംഗീഥര എന്ന് പറയുന്ന പ്രദേശത്ത്, അത് ഛത്തീസ്ഗഡ് സംസ്ഥാനത്താണ്, അവിടെയാണ് ഈ ഒരു അപകടം. വേദാന്തയുടെ വൈദ്യുത നിലയിൽ പൊട്ടിത്തെറി ഉണ്ടായി ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ബോയിലർ പൊട്ടിത്തെറിയാണെന്നുള്ള ഒരു പ്രാഥമിക വിവരമാണ് ഇപ്പോൾ എന്തായാലും ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും നൽകിയിരിക്കുന്നത്. 9 പേരുടെ മരണം ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 15 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോഴെന്തായാലും ചികിത്സയിലുള്ളത്. ഇവരെല്ലാവരും റായ്ഗഡ് മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിലുള്ളത്. അതിന് അപ്പുറത്തേക്ക് ഏകദേശം 30 ജീവനക്കാർ, ഈ തൊഴിലാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരും പൊള്ളലേറ്റെല്ലാം തന്നെ ഇപ്പോൾ ചികിത്സയിലാണ്. പക്ഷേ ഏറ്റവും ഗുരുതരമായി ആശങ്കപ്പെടേണ്ട സാഹചര്യമുള്ളത് ഈ 15 പേരുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചാണ്. എന്താണ് ഈ പൊട്ടിത്തെറിയിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം ഇപ്പോഴതിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഒരുപക്ഷെ ഒരു സാങ്കേതിക പിശകോ മറ്റെന്തെങ്കിലും കാരണമായിരിക്കാം. പക്ഷേ അവിടെ എന്തായാലും ഒരു സുരക്ഷാ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇപ്പോഴും ഈ ഒരു പവർ പ്ലാന്റിൽ, ഈ ഒരു വൈദ്യുത നിലയത്തിൽ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ മരണസംഖ്യ അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. 9 പേരുടെ മരണമാണ് ഇതിനോടകം റിപ്പോർട്ട് ചെയ്തത്. ബീഹാറിൽ നിതീഷ് കുമാർ യുഗത്തിന് അന്ത്യം. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നിതീഷ് കുമാർ രാജിവെച്ചു. ബീഹാറിലെ പുതിയ സർക്കാരിന് തന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് രാജിക്ക് ശേഷം നിതീഷ് കുമാർ പറഞ്ഞു. രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് കുമാർ രാജിവെച്ചത്. ബീഹാറിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സാമ്രാട്ട് ചൌധരി സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് പട്ടേൽ നടന്ന BJP നിയമസഭാ കക്ഷി യോഗത്തിലാണ് സാമ്രാട്ട് ചൌധരിയെ ഏകകണ്ഠേന തെരഞ്ഞെടുത്തത്. നാളെ വൈകിട്ട് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും. ന്യൂസ് ബ്രേക്സ് ഇതോടെ പൂർണ്ണമാകുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.